സർവകലാശാലയുടെ വിദ്യാർത്ഥികളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഈ സർവകലാശാലയുടെ അധികാരികൾ സെനറ്റിലേക്ക് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. പക്ഷേ ഞങ്ങളൊക്കെ പത്രത്തിലൂടെ കാണുകയാണ് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾക്കൊരു കൂട്ടം സംഘപരിവാറിന്റെ ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്കൊരു കൂട്ടം RSSകാരുണ്ട്, ഞങ്ങൾക്കൊരു കൂട്ടം ABP പ്രവർത്തകരുണ്ട്, അവരായിരിക്കണം തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിജയിക്കാതെ അവരായിരിക്കണം സെനറ്റിനകത്ത് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്തുള്ള ചാൻസലർ കാലിക്കറ്റിനകത്തുള്ള സെനറ്റ് സർവകലാശാല കൊടുത്ത ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് സെനറ്റിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ തിരികെ കയറ്റുന്നു. രാവ് പുലരുന്നതിനേക്കാൾ മുന്നേ SFI വലിയ പ്രതിഷേധവുമായിട്ട് ഈ കാലിക്കറ്റിനകത്ത് കടന്നു വന്നു. അന്നിതാ വീണ്ടും നമ്മൾ പിന്നീട് കേട്ടു. പിന്നീട് കേരള സർവകലാശാലക്കകത്ത് സമാനമായ രീതിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സമാനമായ രീതിക്കകത്ത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ അടക്കം സർവകലാശാലയുടെ അധികാരികളടക്കം കാലങ്ങളായിട്ട് സുതാര്യമായി നടന്നു വരുന്ന രീതി പ്രമാണിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കലാപ്രതിഭമാരെ, സ്പോർട്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ, പഠനരംഗത്ത് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ, അങ്ങനെ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അടക്കം ലിസ്റ്റ് സെനറ്റിലേക്ക് നിർദ്ദേശം വന്ന രീതിയിൽ ഈ നാടിനകത്തുള്ള ചാൻസലറുടെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അതിന്റെ നടുവിലൂടെ ചുവന്ന മഷി കൊണ്ട് വരയിട്ടിട്ട് ചവറ്റുകുട്ടയിൽ ആ ലിസ്റ്റ് എറിഞ്ഞുകൊണ്ട് വീണ്ടും RSSകാരെ തിരികെ കയറ്റാൻ കേരള സർവകലാശാലയ്ക്ക് മുന്നോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മൾ എല്ലാ ഘട്ടത്തിനകത്തും പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ചാൻസലർ ഫാസിസ്റ്റ് ഭരണാധികാരികളെ പോലെ പെരുമാറാണ് ശ്രമിക്കുന്നതെങ്കിൽ ചാൻസലർക്ക് ഈ ക്യാമ്പസുകളുടെ പുറത്ത് നിന്നാ മതി, ചാൻസലർ ക്യാമ്പസിന്റെ പുറത്ത് വെച്ചാൽ മതി. ഈ നാടിനകത്തുള്ള ജനങ്ങളുടെ മേലെ അടിച്ചമർത്താൻ നോക്കുന്ന ഫാസിസം ക്യാമ്പസിന്റെ വെളിയിൽ വെച്ചിട്ട് അകത്ത് കയറിയാൽ മതി എന്ന് പ്രഖ്യാപിച്ച സംഘടനയുടെ പേരാ SFI. ആ SFI കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചു. വലിയ പഠിപ്പ് മുടക്കിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തണമെന്നും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ RSSന്റെ അജണ്ടയുടെ കേന്ദ്രമാക്കി മാറ്റാൻ പുതിയ വിദ്യാഭ്യാസ നയമടക്കം വിദ്യാർത്ഥികളെ വേർതിരിച്ചിരുത്തുന്ന അജണ്ടയുമായിട്ട് വരുമ്പോൾ അതിനൊത്താശ ചെയ്യാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വലിയ രാജ്ഭവൻ മാർച്ചുകൾ, ജില്ലയുടെ കേന്ദ്രങ്ങൾക്കകത്ത് വലിയ പ്രതിഷേധ മാർച്ചുകൾ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ഗവർണറെ, ചാൻസലറെ, ഇങ്ങനെയുള്ള അജണ്ടയുടെ അതുമായി തുടർന്നു പോകുന്ന ഗവർണറെ തടയണമെന്ന രീതിക്കകത്തേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന രീതിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ജനാധിപത്യപരമായിട്ട് സമരം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ട ചാൻസലർ ഇത്രയും ദിവസങ്ങളായിട്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി തരാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യണം നമ്മൾ ഓരോരുത്തരും. ഈ സമരം ആരംഭിച്ച മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്: എവിടെ നിന്നാണ് ചാൻസലർക്ക് ഈ ലിസ്റ്റ് കിട്ടിയത്? ആ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ചാൻസലർ തയ്യാറാവുന്നില്ല. പകരം SFIക്കാരുടെ മെക്കിട്ട് കയറാൻ, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തനി ഗുണ്ടയുടെ സ്വഭാവമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശാഖ എന്ന് പഠിച്ചതാണെങ്കിൽ ശാഖയിൽ വെച്ചിട്ട് കടന്നു വന്നാൽ മതി. അങ്ങനെ പറഞ്ഞവരാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട്. നമ്മുടെ ക്യാമ്പസുകളുടെ മുറ്റത്ത് ഇങ്ങനെ കാവലിരുന്നാൽ പോലും, അങ്ങനെ ഇരുന്നു കൊണ്ടെങ്കിലും നമുക്ക് ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മുടെ ക്യാമ്പസുകളെ, മതേതരത്തിന്റെ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ക്യാമ്പസുകളെ വർഗീയതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമരം ഏറ്റവും നന്നായിട്ട് സംഘടിപ്പിക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇവിടെ മറ്റ് സംഘടനകളടക്കമുണ്ട്, ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു വരും. ഇതാ നമ്മുടെ ക്യാമ്പസിനെ വർഗീയവൽക്കരിക്കുന്ന അജണ്ട 2 സർവകലാശാലക്കകത്ത് ഏറ്റവും സുഗമമായിട്ട് ചാൻസലർ നടപ്പാക്കിയിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എത്ര സംഘടനയുണ്ട് സഖാക്കളെ ഈ നെറുകേടിനെതിരായിട്ടൊന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനെങ്കിലും തയ്യാറായിട്ടുള്ളത്? അതുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് അടിക്കുന്ന, വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിക്കുന്ന ഇങ്ങനെ വ്യാജന്മാരിങ്ങനെ കേരളത്തിന്റെ തെരുവോരത്തുകൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴേ ഇടയ്ക്കെങ്കിലും നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ മതം നോക്കാതെ, വർഗീയത നോക്കാതെ, അവരുടെ മറ്റ് മാനദണ്ഡങ്ങൾ നോക്കാതെ ഒരുമിച്ച് ചേർത്തിരുത്തുന്ന രാഷ്ട്രീയം, ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ട രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും മുദ്രാവാക്യം വിളിക്കാൻ ഈ നാടിനകത്തുള്ള MSFകാരെ, ABPക്കാരെ, KSUക്കാരെ ഒന്ന് ഇടയ്ക്കെങ്കിലും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഏറ്റവും നന്നായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PM ക്ഷണിക്കുന്നു.